മുക്കം ഹൈസ്കൂളിലെ ഹെഡ് മാഷായ മായൻകുട്ടി മാഷെ BP മൊയ്തീൻ മായൻകുട്ടി മാഷും ബാക്കി അധ്യാപകന്മാരും താമസിച്ചുകൊണ്ടിരുന്ന ലോഡ്ജിൽ കയറി തല്ലി. അപ്പോൾ മൊയ്തീൻ തല്ലാൻ കാരണം മൊയ്തീൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് B.Ed കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ മുക്കം ഹൈസ്കൂളിൽ പോസ്റ്റുണ്ട്, അധ്യാപകൻ്റെ പോസ്റ്റുണ്ട്. ആ പോസ്റ്റ് മുക്കത്തിന് തൊട്ടടുത്തുള്ള കാരമൂലക്കാരനാണ്, വിശ്വനാഥൻ എന്നാണ് അയാളുടെ പേര്. ആൾക്ക് കൊടുക്കണമെന്ന് മായൻകുട്ടി മാഷോട് മൊയ്തീൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മൊയ്തീൻ്റെ ഫാദറാണ് മുക്കം ഹൈസ്കൂളിൻ്റെ മാനേജർ BP ഉണ്ണിമൊയ്തീൻ. പിൽക്കാലത്ത് മുക്കം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. എൻ്റെ അമ്മായിയുടെ ഭർത്താവാണ് മൊയ്തീൻ. എൻ്റെ അമ്മായിയുടെ മകനാണ്, എൻ്റെ കസിനാണ്. ഹെഡ് മാസ്റ്റർക്ക് മാനേജർ പറയുന്ന ആവശ്യം കൊടുക്കാൻ പറ്റില്ല. മാനേജർ സ്കൂളാണ്. മാനേജറിൻ്റെ മകൻ പറയുന്നത് കൊടുക്കാൻ മായൻകുട്ടി മാഷ് കഴിയില്ല, ഹെഡ് മാസ്റ്റർക്ക് കഴിയില്ല. മൊയ്തീൻ്റെ ബാപ്പ സ്കൂളിൻ്റെ മാനേജർ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞത് വേറൊരാളുടെ പേരാണ്, അയാൾക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അയാൾക്ക് കൊടുത്തു. അതിൽ പ്രതിഷേധിച്ച് മൊയ്തീൻ അന്ന് ഹെഡ് മാസ്റ്റർ തല്ലിയത്. അങ്ങനെ ഹെഡ് മാസ്റ്റർ തല്ലുന്നത് രാവിലെ ഒരു 7:30 മണിക്കാണ് ലോഡ്ജിൽ പോയിട്ട് തല്ലുന്നത്. അപ്പം ഞങ്ങൾ 10 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോഴും ബാക്കിയുള്ള അധ്യാപകർ, ഹെഡ് മാസ്റ്ററെ ഇവിടെ താമസിക്കുന്നവരും സ്കൂളിലുള്ള മറ്റ് സഹാധ്യാപകരും ചേർന്ന് പറഞ്ഞു, ഇന്ന് പഠിപ്പ് മുടക്കിയിട്ട് പ്രതിഷേധ പ്രകടനം നടത്തണം മുക്കം അങ്ങാടിയിൽ. മുക്കം ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്. മുക്കം അങ്ങാടിയിൽ നിന്ന് ഏതാണ്ടൊരു കിലോമീറ്റർ അകലെയല്ലേ അങ്ങാടിയിൽ നിന്ന്. അന്ന് സ്കൂളിൽ അസംബ്ലി ചേർന്നിട്ട് ഈ സംഭവം വിവരിച്ചു. മുക്കം അങ്ങാടിയിൽ വിദ്യാർത്ഥി പ്രകടനം നടക്കുമെന്ന് പറഞ്ഞിട്ട് പ്രകടനം. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും ഈ പ്രകടനത്തിൽ ചേരുന്നു. ഞങ്ങൾ പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിച്ചിട്ട് പോവുകയാണ് മുക്കം അങ്ങാടിയിലേക്ക്. അങ്ങാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുക്കങ്ങാടിയൊന്നുമില്ല, വളരെ ചെറിയ അങ്ങാടിയാണ്. അവിടെ എത്തിയപ്പോഴുണ്ട് മൊയ്തീൻ ഒരു ക്യാമറയായിട്ട് നിൽക്കുന്നത്. ഈ പ്രകടനം മൂപ്പര് ക്യാമറയിൽ പകർത്തുകയാണ്. മൊയ്തീനെതിരെയാണ് മുദ്രാവാക്യം. ആ മുദ്രാവാക്യം വിളിക്കുന്ന ആ പ്രകടനം മൊയ്തീൻ തന്നെ ക്യാമറയിൽ പകർത്തുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥി സമരം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രകടനം 1961, 64 കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ആകെ അവിടെ നടന്ന അതാണ്. വേറെ ഒന്നും ഇപ്പോൾ ഹൈസ്കൂളിൽ ഉണ്ടായിട്ടില്ല.